ശതാഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുന്ന മലയാളികളുടെ ഗന്ധർവ ഗായകൻ കെ.ജെ. യേശുദാസിന് ഇന്ന് 84-ാം പിറന്നാളാണ്. അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന ഒരുപാട് പേർ എത്തിയിരുന്നു. ഇപ്പോഴാ നമ്മുടെ സ്വന്തം ലാലേട്ടനും അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിരിക്കുകയാണ്. ശതാഭിഷിക്തനാവുന്ന എൻ്റെ പ്രിയപ്പെട്ട ദാസേട്ടന് ജന്മദിനാശംസകൾ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചത്. ദാസേട്ടന്റെ ശബ്ദത്തിൽ ചില ഗാനങ്ങൾ എൻ്റെ സിനിമകളിൽ ചുണ്ടനക്കി പാടാനായി എന്നതാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ മഹാസുഹൃതങ്ങളിൽ ഒന്നായി ഞാൻ കരുതുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസം എന്നാണ് മോഹൻലാൽ യേശുദാസിനെ വിശേഷിപ്പിച്ചത്. ഗ്രീഷ്മത്തിലും വസന്തത്തിലും വേനലിലും വർഷത്തിലും ശിശിരത്തിലും ഹേമന്തത്തിലും മലയാളി കേൾക്കുന്ന ഒരേയൊരു ശബ്ദമേ ഉള്ളൂ. അത് ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസിൻ്റെതാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ. നമ്മളൊക്കെ ജനിച്ചു വളർന്നത് മുതൽ കേട്ട് പാടിയ ശബ്ദം. ആ നാദബ്രഹ്മത്തിന് എന്നും യുവത്വമാണ്. സാഗരത്തിൽ എന്ന പോലെ ആ നാദബ്രഹ്മത്തിന്റെ തിരകൾ ഇങ്ങനെ അവസാനിക്കാതെ നമ്മുടെ മനസ്സിന്റെ തീരമണഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും പുതുമ നശിക്കാതെ ദാസേട്ടന്റെ ശബ്ദത്തിൽ ചില ഗാനങ്ങൾ എൻ്റെ സിനിമകളിൽ ചുണ്ടനക്കി പാടാനായി എന്നതാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ മഹാസുഹൃതങ്ങളിൽ ഒന്നായി ഞാൻ കരുതുന്നത്. ഇതൊക്കെ അപൂർവമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം. അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ജീവിക്കാനായി എന്നതിൽ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഒരു ദിവസം മൂളാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഇന്ന് ജനുവരി 10 അദ്ദേഹത്തിന്റെ 84-ാം ജന്മദിനം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിക്തനാകുന്ന ദിവസം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനെ. ഈ സുദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു മോഹൻലാൽ പറഞ്ഞു. അമേരിക്കയിലെ ടെക്സസിലുള്ള വീട്ടിലാണ് ഗാനഗന്ധർവന്റെ 84-ാം ജന്മദിന ആഘോഷം. 4 വർഷമായി യേശുദാസ് കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഇക്കുറി സൂര്യമേളയിൽ എത്തുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വന്നിരുന്നില്ല. ജന്മദിനത്തിലെ പതിവ് മൂകാംബിക യാത്രയും കുറച്ചു നാളായി നടക്കാറില്ല. എറണാകുളത്ത് ഇന്ന് യേശുദാസ് അക്കാദമിയുടെയും ഗായകരുടെയും കൂട്ടായ്മയായ സമത്തിന്റെ നേതൃത്വത്തിൽ ഗാനഗന്ധർവന് ജന്മദിനാഘോഷമുണ്ട്. പരിപാടിയിൽ ഓൺലൈനായി യേശുദാസ് പങ്കെടുക്കും.